ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ ഉന്നത കരുണ ദൈവകരുണ മഹാകരുണ ദൈവകരുണ. പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവേ, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെല്ലാവരും അങ്ങേ സൃഷ്ടികളായ ഞങ്ങളെല്ലാവരും ഈ ഭൂമുഖത്ത് വസിക്കുന്ന സകലരും അങ്ങേ സന്നിധിയിൽ നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെന്നുള്ളതാണല്ലോ അങ്ങയുടെ അഭിവാഞ്ച. അതിനായി അങ്ങ് തൻ്റെ പുത്രനെ തന്നെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ഇപ്പോൾ അവൻ്റെ കരുണയുടെ കവാടം ഞങ്ങൾക്കായി മലർക്കെ തുറക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങനത്തെ നല്ല ഈ അവസാന ചാൻസ് ഉപയോഗപ്പെടുത്തുവാൻ ഈ ഭൂമുഖത്തുള്ള സകലരെയും അങ്ങ് യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്തീനായ്ക്ക് കർത്താവ് നൽകിയ സന്ദേശങ്ങളിലൂടെ നാം പ്രവേശിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച ആമുഖ സന്ദേശം വിശുദ്ധ ഫൗസ്തീന കൊവാൽസ്കയോട് കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നതിനെക്കുറിച്ച് ഈശോ പറയുന്നത് 1931 ഈശോ ഫൗസ്തീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് സവിശേഷമായ ഒരു രൂപത്തിലാണ്. ഈശോ ധരിച്ചിരിക്കുന്നത് വെളുത്ത വസ്ത്രമാണ്. ഈശോയുടെ ശരീരത്തിൽ ക്രൂശിതന്റെ അടയാളമുണ്ട്. ചുവപ്പും വെളുപ്പും നിറത്തിൽ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് പ്രകാശരശ്മികൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്വർഗാരോഹണ സമയത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഈശോ നിൽക്കുന്നത്. ഇടത് കൈ തൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വലത് കൈ ഉയർത്തിപ്പിടിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച കരുണയുടെ തിരുനാളായി ആഘോഷിക്കുവാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. 1935 മുതൽ, അതായത് 90 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ തിരുനാളിന് ആരംഭം കുറിക്കുകയും ചെയ്തു. ഇതോടനുബന്ധിച്ച് ഈശോ നൽകിയ സന്ദേശം ഇപ്രകാരമാണ്: നീതിയുടെ ന്യായാധിപനായി വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടന്നു പോകേണ്ടതായി വരും. 2000 കൊല്ലങ്ങൾക്ക് മുൻപ് പരിശുദ്ധാത്മാവ് വിശുദ്ധ പൗലോസിലൂടെ റോമ 11:22 ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. അത് നമുക്കൊരു താക്കീതാണ്. ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കട്ടെ. വീണവനോട് കാഠിന്യവും ദൈവത്തിൻ്റെ കൃപയിൽ നിലനിന്നാൽ നിന്നോട് കാരുണ്യവും അവിടുന്ന് കാണിക്കും, അല്ലെങ്കിൽ നീയും വെട്ടിമാറ്റപ്പെടും. ഇത് നമുക്കുള്ള വലിയ സന്ദേശമാണ്. സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്ന് കർത്താവ് പറയുന്നതാണ്. തിരുനാൾ ആഘോഷിക്കണമെന്ന് ഈശോ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ഈ സന്ദേശത്തിലുണ്ട്. ഈശോയുടെ 2ാം വരവിന് സമയമായി എന്ന മുന്നറിയിപ്പാണ് ഇതിലുള്ളത്. 2ാം വരവ് വിധികർത്താവായിട്ടായിരിക്കും. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർ ലേഖനം 9-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവ് വീണ്ടും വരും. പക്ഷേ പാപപരിഹാരമാർത്ഥമല്ല. പാപപരിഹാരാർത്ഥം കർത്താവ് വന്നു കഴിഞ്ഞു.
രണ്ടാമത് വരുന്നത് അവിടുത്തെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. കരുണയുടെ തിരുനാളിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളിൽ നാം വിചിന്തനം ചെയ്യുന്നത് തിരുനാളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പോളണ്ടിലെ പോൾസ്കിലെ സന്യാസ ഭവനത്തിൽ വെച്ച് ഫൗസ്തീന കൊവാൽസ്കായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് എങ്ങനെയാണോ കന്യാസ്ത്രീ ഈശോയെ കാണുന്നത് ആ രൂപത്തിൽ ഈശോയുടെ ചിത്രം വരക്കുവാൻ നിർദ്ദേശിച്ചു. ഈശോയുടെ ദർശനം ലഭിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഫൗസ്തീന നിത്യവ്രതം വാഗ്ദാനം സ്വീകരിക്കുന്നത്. ഈശോ വരക്കുവാൻ പറഞ്ഞ ആ ചിത്രത്തിലൂടെ ലോകത്തെ ഈശോ അറിയിക്കുന്നത് ദൈവ കരുണയെക്കുറിച്ചാണ്. ഈ നാളുകളിൽ എന്തുകൊണ്ടാണ് ദൈവകരുണയെക്കുറിച്ച് പ്രത്യേകമായി ദൈവം ലോകത്തെ അറിയിക്കുന്നത് എന്ന് നാം മനസ്സിരുത്തി ചിന്തിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിൽ ദൈവകരുണയ്ക്ക് നിർണായക പ്രാധാന്യമുള്ളതിനാൽ തന്നെയാണ് കർത്താവ് സകല മനുഷ്യരെയും പ്രത്യേകമായി വിളിക്കുന്നത്. ഒരു നിർണായക കാലഘട്ടത്തിൽ ലോകഗതിയിൽ സാരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കർത്താവ് മുന്നറിയിപ്പുകൾ സുവിശേഷങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് പ്രകടമായി കാണുന്ന ഒരു അവസ്ഥാവിശേഷത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 തിരുവചനങ്ങളിൽ പറയുന്നത് ശ്രദ്ധിക്കുക. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമുഖത്ത് ജീവിക്കുന്ന സകലരുടെയും മേൽ അത് നിപതിക്കുമെന്നുകൂടി അതോടൊപ്പം ഈശോ അറിയിക്കുകയും ചെയ്യുന്നു. മനുഷ്യനെ തകർക്കാൻ സാത്താൻ ഒരുങ്ങുന്ന ഏറ്റവും എളുപ്പമുള്ള കെണികളാണ് സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ. ഇന്നത്തെ ലോകഗതിയെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ചു നോക്കുക. ഈ വചനം യഥാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന സത്യം അധികം നിരീക്ഷണമൊന്നും കൂടാതെ തന്നെ നമുക്ക് തിരിച്ചറിയാനാകും. ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഏറെ സവിശേഷതകളോടെ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒരിക്കലും ആ സൃഷ്ടി നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് മനുഷ്യ ചരിത്രത്തിലെ ഓരോ ഘട്ടത്തിലും പലപ്പോഴായി വഴിതെറ്റിപ്പോയ മനുഷ്യനെ ദൈവം വീണ്ടെടുത്തത്. എന്നാൽ കഴിഞ്ഞുപോയ ഏത് കാലഘട്ടത്തെയേക്കാൾ നിർണായകമാണ് ഈ കാലഘട്ടം. ഒരു അവസാന വിധി നമുക്കായി ദൈവം നിശ്ചയിച്ചിട്ടുള്ളതിലാണ് അത് സംഭവിച്ചേ മതിയാകൂ. അതിനായി നിശ്ചയിച്ചിട്ടുള്ള ഒരു സമയവുമുണ്ട്. ആ സമയം എപ്പോഴാണെന്ന് നമുക്കറിയില്ലെങ്കിലും സുനിശ്ചിതമായ ചില അടയാളങ്ങൾ ആ സമയത്തെക്കുറിച്ച് ഈശോ നൽകിയിട്ടുണ്ട്. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല എന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എഴുതപ്പെട്ടിരിക്കുന്നവയെല്ലാം പൂർത്തിയാക്കേണ്ട പ്രതികാരത്തിന്റെ ദിനങ്ങളാണവ എന്നുകൂടിയും എഴുതി വച്ചിട്ടുണ്ട്. അതിനാൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് ആത്മാർത്ഥമായി പരിശോധിക്കാൻ പരിശ്രമിക്കുക. നാം വ്യഗ്രതയുടെ ഓടിക്കൊണ്ടിരിക്കുന്നത് നേട്ടങ്ങളിലാണോ അതോ നാശത്തിലേക്കാണോ എന്ന് വിലയിരുത്തുക. വിശ്വാസ പ്രമാണത്തിൽ നാം എപ്പോഴും ആവർത്തിക്കുന്ന നിത്യമായ ജീവിതത്തെക്കുറിച്ച് ശരിയായ തിരിച്ചറിവാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ആത്മാവിനെ ആ നിത്യതയിലേക്ക് പരിരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ആ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ
എന്തുകൊണ്ടാണ് കർത്താവ് വളരെ പ്രത്യേകമായി വിശുദ്ധ ഫൗസ്തീനയിലൂടെ ദൈവകരുണയെക്കുറിച്ച് നമ്മെ അറിയിച്ചതെന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അത് തിരിച്ചറിയാനാകുമെങ്കിൽ നമ്മുടെ കടമയെക്കുറിച്ച് നാം ബോധവാന്മാരാകും. കർത്താവ് നമ്മെ പഠിപ്പിച്ചത് സഹോദര സ്നേഹമാണ്. സഹോദരന് സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതിനാൽ അനേകരെ ദൈവകരുണയിലേക്ക് അടുപ്പിക്കുവാനുള്ള നമ്മുടെ കടമയെ ഓർത്ത് നമുക്ക് പ്രവർത്തന നിരതരാകാം. ഈശോ വിശുദ്ധ ഫൗസ്തീനായിലൂടെ നൽകുന്ന സുപ്രധാനമായ ഒരു സന്ദേശം ഇതാണ്. ഡയറി 1146 ഖണ്ഡിക. ഏറ്റവും വലിയ പാപികൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കട്ടെ. മറ്റാരെയും കാൾ എൻ്റെ കരുണയുടെ ആഴങ്ങളിൽ ശരണപ്പെടുന്നതിനുള്ള ഏറ്റവും വലിയ അവകാശം അവർക്കാണ്. എൻ്റെ മകളെ, പീഡിപ്പിക്കപ്പെടുന്ന ആത്മാക്കളോടുള്ള എൻ്റെ കരുണയെപ്പറ്റി എഴുതുക. എൻ്റെ കരുണ യാചിക്കുന്ന ആത്മാക്കൾ എന്നെ ആനന്ദിപ്പിക്കുന്നു. അവർ അപേക്ഷിക്കുന്നതിലും അധികം കൃപകൾ ഞാൻ അവർക്ക് പ്രദാനം ചെയ്യുന്നു. എൻ്റെ ആർദ്രത അപേക്ഷിക്കുന്ന ഏറ്റവും വലിയ പാപിയെപ്പോലും എനിക്ക് ശിക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, എൻ്റെ അത്യഗാധവും അഗ്രാഹ്യവുമായ കരുണയാൽ ഞാൻ അതിനെ നീതീകരിക്കും. നീതിയുടെ ന്യായാധിപതിവനായി വരുന്നതിന് മുൻപ് ഞാൻ ആദ്യം എൻ്റെ കരുണയുടെ കവാടം മലർക്കെ തുറക്കുന്നു. സമ്മതിക്കുന്നവർ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടതായി വരും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ഈശോ നൽകുന്ന ഈ സന്ദേശത്തെ വളരെ ഗൗരവത്തോടെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ നിത്യ ശിക്ഷയായിരിക്കും നമുക്ക് സ്വീകരിക്കേണ്ടതായി വരിക എന്നത് ഉറപ്പായ സത്യമാണ്. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് അതുമാത്രമാണല്ലോ കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സാത്താൻ വെച്ച് നീട്ടുന്ന സന്തോഷങ്ങളിൽ വീണുപോകാതിരിക്കാൻ നാം ശ്രദ്ധയുള്ളവരായാൽ അതുമാത്രമേ നമുക്ക് സാധ്യമാകൂ. നല്ലതും ചീത്തയുമായ സന്തോഷ വഴികളെ തിരിച്ചറിയുകയും ഉചിതമല്ലാത്തവയിൽ നിന്ന് അകലം പാലിക്കുകയും ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ ലക്ഷ്യത്തിലെത്താൻ നമുക്ക് സാധിക്കുമെന്നറിയുക. കർത്താവ് കരുണയുടെ കവാടം നമുക്കായി തുറന്നു വച്ചിരിക്കുകയാണ്. ഒട്ടും സംശയിക്കാതെ നമുക്ക് അതിലൂടെ പ്രവേശിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയഗതയുമേ, അങ്ങയുടെ ഹിതത്താൽ പുത്രൻ്റെ ഹൃദയം ഞങ്ങൾക്കായി മലർക്കെ തുറന്ന് ആ കരുണയുടെ കവാടത്തിലൂടെ പ്രവേശിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. പരമകാരുണ്യത്തിന് ദയാനിധിയുമായ കർത്താവേ, സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കൊന്നും ലഭ്യമാകുകയില്ലല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ ഒന്ന് നിറയുകയും ഞങ്ങളെ സ്വർഗത്തിന് അനുയോജ്യരായി ഉയർത്തുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, അമ്മയുടെ ഹൃദയത്തിൽ സമർപ്പിക്കപ്പെട്ടുള്ള ഞങ്ങളെ ഓരോരുത്തരെയും ഈ ഭൂമുഖത്തെ സകല മനുഷ്യരെയും അമ്മയുടെ അങ്കിയാൽ പൊതിഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തേണമേ. പരിശുദ്ധനായ ദൈവമേ, അങ്ങേക്ക് സ്തുതി, ആരാധന. ഉന്നത കരുണ